Through this video, I am going to give you an introduction about correlation. Let us understand what is correlation. Actually, correlation means there is relation between two variables. നമ്മൾ രണ്ട് വേരിയബിൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വേരിയബിളിൽ ചേഞ്ചസ് കാരണം സെക്കൻഡ് വേരിയബിളിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ those two variables are correlated. ഫസ്റ്റ് വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ സെക്കൻഡ് വേരിയബിൾ ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയോ ആണെങ്കിൽ ആ രണ്ട് വേരിയബിൾസും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷനെയാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ചേഞ്ചസ് ഇൻ വൺ വേരിയബിൾ റിസൾട്ട്സ് ഇൻ എ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദി അതർ വേരിയബിൾ. ഫോർ എക്സാമ്പിൾ പ്രൈസും അതേപോലെ ഡിമാൻഡും. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും എന്നൊരു തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൈസും ഡിമാൻഡും തമ്മിൽ റിലേഷൻ ഉണ്ട്. ആ റിലേഷനെ നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നു. കോറിലേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ആർ യൂസ് ചെയ്തുകൊണ്ടാണ്. ആൻഡ് ദെൻ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് നമുക്ക് എത്രത്തോളം റിലേഷൻ ആണ് അവർ തമ്മിലുള്ളത് എന്ന് കാണിച്ചു തരുന്നത്. ദാറ്റ് വാല്യൂ വാരീസ് ഫ്രം -1 to +1. -1 ആണെങ്കിൽ രണ്ട് വേരിയബിൾസും തമ്മിൽ റിലേഷൻ ഉണ്ട്, പക്ഷെ നെഗറ്റീവ് റിലേഷൻ ആണ്. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും. +1 ആണെങ്കിൽ there is a positive relation between the two. ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേ വേരിയബിളും ഇൻക്രീസ് ചെയ്യാണ്. ആൻഡ് there are many values in between the two. -1 മുതൽ +1 വരെ ഒരുപാട് വാല്യൂസ് ഉണ്ട്. അതെല്ലാം കോറിലേഷൻ കോഎഫിഷ്യൻസിൽ വരുന്ന വാല്യൂസ് ആണ്. ഇപ്പോൾ 0 ആണെങ്കിൽ there is no correlation. 0.5 ആണെങ്കിൽ obviously that is positive. 0.5 ആണെങ്കിൽ there is moderate positive correlation. -0.5 ആണെങ്കിൽ there is moderate negative correlation. ഈ രീതിയിലാണ് നമ്മൾ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്. Then we must know what is a variable. For example എടുക്കാം, ഏജ് അതൊരു വേരിയബിൾ ആണ്, ഹൈറ്റ് ഒരു വേരിയബിൾ ആണ്, വെയിറ്റ് ഒരു വേരിയബിൾ ആണ്. ഇപ്പൊ നമ്മൾ ഏജും ഹൈറ്റും തമ്മിലുള്ള റിലേഷൻ ആണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ഏജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എങ്കിൽ there is a correlation between age and height. വേറൊരു എക്സാമ്പിൾ എടുക്കാം, അഗ്രികൾച്ചർ, ടെമ്പറേച്ചർ, റെയിൻഫോൾ, ഫെർട്ടിലൈസർ, സോയിൽ ഫെർട്ടിലിറ്റി, ഇതൊക്കെ വേരിയബിൾസ് ആണ്. And these are all related to crop production. So അഗ്രികൾച്ചറും ടെമ്പറേച്ചറും ഈ രണ്ട് വേരിയബിൾസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അഗ്രികൾച്ചറിൽ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ അഗ്രികൾച്ചറിൽ എഫക്റ്റ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടെങ്കിൽ അവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരുത്തുമ്പോൾ അതിനനുസരിച്ച് ഒരു ചേഞ്ചും അഗ്രികൾച്ചറിൽ കാണുന്നില്ല എങ്കിൽ അവർ തമ്മിൽ കോറിലേഷൻ ഇല്ല. അതുപോലെ തന്നെ മറ്റു വേരിയബിൾസും റെയിൻഫോൾ, ഫെർട്ടിലൈസർ, സോയിൽ ഫെർട്ടിലിറ്റി, ഇനി ഇത് ഒന്നിച്ചും പഠിക്കാം. ടെമ്പറേച്ചർ, റെയിൻഫോൾ, ഫെർട്ടിലൈസർ, ഈ മൂന്ന് വേരിയബിൾസും കൂടി വരുമ്പോൾ അഗ്രികൾച്ചറിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ടോ? അങ്ങനെ വരുമ്പോൾ അത് മൾട്ടിപ്പിൾ കോറിലേഷൻ ആണ്. രണ്ടിലധികം വേരിയബിൾസ് ആണ് നമ്മൾ എടുക്കുന്നത്. രണ്ട് വേരിയബിൾസ് മാത്രം എടുത്ത് പഠിക്കുമ്പോൾ അത് സിമ്പിൾ കോറിലേഷൻ. ഇനി ഇതുപോലെ ഒരുപാട് വേരിയബിൾസ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോ ക്ലാസ് റൂമിൽ നോക്കുകയാണെങ്കിൽ മാർക്സ്, ഇന്റലിജൻസ് കൂടുമ്പോൾ കുട്ടികളുടെ എക്സാം മാർക്സ് കൂടുന്നുണ്ടോ എങ്കിൽ ഇന്റലിജൻസും മാർക്സും തമ്മിൽ കോറിലേഷൻ ഉണ്ട്. ഈ രീതിയിൽ നമുക്ക് എല്ലാത്തിന്റെയും കോറിലേഷൻസ് കാണാൻ കഴിയും. മീനിങ് ഫുൾ കോറിലേഷൻസും മീനിങ് ലെസ് കോറിലേഷൻസും കാണാൻ കഴിയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്, ഇപ്പോൾ ഫസ്റ്റ് കൊടുത്ത വേരിയബിൾ ഏജ്, സെക്കൻഡിൽ കൊടുത്ത വേരിയബിൾ ടെമ്പറേച്ചർ. ഒരാളുടെ ഏജും ടെമ്പറേച്ചറും തമ്മിൽ റിലേഷൻ ഉണ്ടോ എന്ന് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ചിലപ്പോൾ ഒരു കോറിലേഷൻ ഉണ്ടെന്നോ ഇല്ലെന്നോ അങ്ങനെയൊക്കെ കിട്ടും. കോയിൻസിഡന്റലി ഏജ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, പക്ഷെ അത് തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവാൻ സാധ്യതയില്ല. ഏജ് നമുക്ക് ഇയർലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടെമ്പറേച്ചറും വി നോ ദ എർത്ത് ഈസ് ഗെറ്റിംഗ് വാർമർ ആൻഡ് വാർമർ, പക്ഷെ അത് ഏജ് കൂടുന്നതിന് കാരണം ആവണമെന്നില്ല ടെമ്പറേച്ചർ കൂടുന്നത്. ബട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു കോറിലേഷൻ കാണാം, ബട്ട് ദാറ്റ് ഈസ് മീനിങ്ലെസ്. ഓക്കെ, സോ ദീസ് ആർ ദി വേരിയബിൾസ്.
കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ റിസൾട്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്? ലെറ്റ് us see. There may be positive correlation, negative correlation as well as no correlation. രണ്ട് വേരിയബിൾസും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. That means when the x variable increases, y variable is also increasing. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ there is a positive correlation between the two variables. And the second one, negative correlation, when x is increasing, y is decreasing. When x is decreasing, y will be increasing. ആ രീതിയിൽ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു റിലേഷൻ ആണ് രണ്ട് വേരിയബിൾസ് തമ്മിൽ കാണുന്നതെങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. അങ്ങനെ പോസിറ്റീവ് ആയിട്ടോ നെഗറ്റീവ് ആയിട്ടോ ഒരു മൂവ്മെന്റ് രണ്ട് വേരിയബിൾസ് തമ്മിൽ ഇല്ലെങ്കിൽ ഓർ എക്സ് വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ചില ടൈമിൽ y വേരിയബിൾ ഇൻക്രീസ് ചെയ്യും, ചിലപ്പോൾ ഡിക്രീസ് ചെയ്യും. അങ്ങനെ ഒരു അബ്സർഡ് റിലേഷൻ ആണ് കാണുന്നതെങ്കിൽ we can understand that there is no correlation between the two variables. Now let us see which are the different types of correlation. First one, as we have already discussed, it is positive and negative correlation. Then comes linear and non-linear correlation. And then simple, partial and multiple correlation. ഇനി നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. പോസിറ്റീവ് കോറിലേഷൻ മീൻസ് രണ്ട് വേരിയബിൾസും സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. എക്സ് കൂടുമ്പോൾ വൈയും കൂടുകയാണെങ്കിൽ അവരൊരു ഡയറക്ഷനിലാണ് കോറിലേറ്റഡ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. അത്തരത്തിലൊരു കോറിലേഷനാണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. എക്സും വൈയും ഡിഫറെന്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ദർ ഇസ് എ നെഗറ്റീവ് കോറിലേഷൻ. എക്സ് കൂടുമ്പോൾ വൈ കുറയുക, അപ്പൊ അവർ ഡിഫറെന്റ് ഡയറക്ഷനിലാണല്ലോ. അല്ലെങ്കിൽ എക്സ് കുറയുമ്പോൾ വൈ കൂടുക, അപ്പോഴും ഡിഫറെന്റ് ഡയറക്ഷനിലാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതാണ് നെഗറ്റീവ് കോറിലേഷൻ. ഇനി രണ്ട് വേരിയബിൾസ് തമ്മിൽ ഒരു ബന്ധവുമില്ല. എക്സ് കൂടുമ്പോൾ വൈ ചിലപ്പോൾ കൂടും, ചില സമയത്ത് അത് കുറയും, ചില സമയത്ത് അത് സ്റ്റേബിൾ ആയി നിൽക്കും. അങ്ങനെയാണെങ്കിൽ ദർ ഇസ് നോ കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. That is called zero correlation or no correlation. Correlation linear ആവാം, നോൺ ലീനിയറും ആവാം. ലീനിയർ കോറിലേഷൻ എന്ന് പറയുമ്പോൾ the amount of change in one variable leads to constant ratio of change in the other variable. ഒരു വേരിയബിൾ 10% ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേ വേരിയബിൾ 20% ഇൻക്രീസ് ആണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഓരോ തവണയും എക്സ് വേരിയബിൾ 10% ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ വേരിയബിൾ 20% തന്നെയാണ് ഇൻക്രീസ് വരുന്നത് എങ്കിൽ അത്തരത്തിലുള്ള കോറിലേഷനെയാണ് നമ്മൾ ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ പ്രൈസ് ഗോസ് അപ്പ് ബൈ 10% and the supply also rises by 10%. ഓരോ സമയം പ്രൈസ് 10% കൂടുമ്പോഴും സപ്ലൈ അതേപോലെ തന്നെ 10% തന്നെയാണ് കൂടുന്നത്. അതല്ലെങ്കിൽ ഓരോ തവണ പ്രൈസ് 10% കൂടുമ്പോഴും ഇപ്പൊ സെക്കൻഡ് വേരിയബിൾ നമ്മൾ ഡിമാൻഡ് ആക്കി എടുക്കുകയാണെങ്കിൽ അവിടെ ഡിമാൻഡ് 15% വെച്ചിട്ടാണ് കുറയുന്നത്. ആ ഒരു റേഷ്യോ, ചേഞ്ചിന്റെ റേഷ്യോ അതേ നിലയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ the correlation between the two variables is linear. And the graph to show the linear correlation will be a straight line. സെയിം ചേഞ്ച് ആയിരിക്കുമല്ലോ ഓരോ തവണയും വരിക. അതുകൊണ്ട് തന്നെ ഗ്രാഫിക്കലായിട്ട് നമ്മൾ ലീനിയർ കോറിലേഷൻ കാണിക്കുമ്പോൾ the graph gives us a straight line. നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയുമ്പോൾ just the opposite. ഒരു വേരിയബിള് ഏത് റേഷ്യോയില് ചേഞ്ച് ചെയ്താലും മറ്റേ വേരിയബിൾ, സെക്കൻഡ് വേരിയബിൾ വേറെ ഏതെങ്കിലും ഒരു പെർസെൻറ്റേജിലായിരിക്കും ചേഞ്ച് ചെയ്യാം. ഇപ്പം പ്രൈസ് 10% കൂടിയാൽ സപ്ലൈ ചിലപ്പോൾ 15% ആകാം, അല്ലെങ്കിൽ 12% ആകാം, അല്ലെങ്കിൽ 25% ആകാം. അങ്ങനെ ഡിഫറെന്റ് റേഷ്യോയിലാണ് എക്സ് വേരിയബിളും വൈ വേരിയബിളും മൂവ് ചെയ്യുന്നത്. ദേ ആർ മൂവിങ് ടുഗെദർ ബട്ട് ഇൻ ഡിഫറെന്റ് റേഷ്യോസ്. അങ്ങനെയാണെങ്കിൽ ആ കോറിലേഷനെ നമ്മൾ നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയും. നോൺ ലീനിയർ കോറിലേഷന് തന്നെ നമുക്ക് കർവി ലീനിയർ കോറിലേഷൻ എന്നും പറയാം. ഇവിടെ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കേർവ് ആണ്
കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കർവി ലീനിയർ കോറിലേഷൻ അല്ലെങ്കിൽ നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. The ratio of change fluctuates. It is never constant. Now let us see the next type. Simple correlation. രണ്ട് വേരിയബിൾസ് മാത്രമാണുള്ളത്. ആ രണ്ട് വേരിയബിൾസിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സിമ്പിൾ കോറിലേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. Now in the case of multiple correlation, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് വേരിയബിൾസ് ഉണ്ട്. അഗ്രികൾച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് വേരിയബിൾസ് ഉണ്ട്, ലൈക്ക് ടെമ്പറേച്ചർ, ഇറിഗേഷൻ, ഫെർട്ടിലൈസേഴ്സ്, സോയിൽ ഫെർട്ടിലിറ്റി, അതുപോലെ റെയിൻഫോൾ, അങ്ങനെ ഒരുപാട് വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ അഗ്രികൾച്ചറിനെ, മറ്റേ സൈഡിൽ ഈ വേരിയബിൾസും എല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മൾട്ടിപ്പിൾ കോറിലേഷൻ ആണ്. We are considering different variables in this correlation. That is why we call it multiple correlation. Multiple correlation പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നത്? The degree of association between one variable on one side, that is agriculture, and all the other variables together on the other side. ഒരു സൈഡിൽ അഗ്രികൾച്ചർ, മറ്റേ സൈഡിൽ അതിനെ എഫക്ട് ചെയ്യുന്ന എല്ലാ വേരിയബിളും കൂടെ എടുത്തിട്ട് നമ്മൾ പഠിക്കുകയാണ്. That is a multiple correlation. And then next is partial correlation. We know that different variables are affecting the agriculture or the yield. Agriculture അതിനെ എഫക്ട് ചെയ്യുന്ന വേരിയബിൾസ് ആയ ടെമ്പറേച്ചർ, റെയിൻഫോൾ, ഫെർട്ടിലൈസർ, ഇറിഗേഷൻ, അതൊക്കെ ഒരു ഭാഗത്തും ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളിപ്പോ രണ്ടെണ്ണം മാത്രം എടുത്താണ് പഠിക്കുന്നത്. ഒരു സൈഡ് അഗ്രികൾച്ചർ ആണ്, മറ്റേ സൈഡിൽ ഒരുപാട് വേരിയബിൾസിൽ ഒന്ന് മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ കോൺസ്റ്റന്റ് ആണെന്ന് അസ്യൂം ചെയ്യാണ്. We are assuming that all the other variables are remaining constant, and we are studying the relationship between only agriculture and rainfall. അപ്പൊ നമ്മൾ പാർഷ്യലി ആണ് പഠിക്കുന്നത്. That is called partial correlation. We study the relationship of one variable with one of the other variables only, assuming that all other variables remain constant. ഇനി നമുക്ക് മറ്റൊരു ടൈപ്പ് ഓഫ് കോറിലേഷൻ നോക്കാം. സ്പ്യൂരിയസ് കോറിലേഷൻ. രണ്ട് വേരിയബിൾസ് തമ്മിൽ റിലേറ്റഡ് ആണ് എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു. ബട്ട് ആക്ച്വലി ദർ മേ നോട്ട് ബി എനി റിലേഷൻ ബിറ്റ്വീൻ ദ ടു. കോയിൻസിഡന്റലി അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാണ് എങ്കിൽ ദാറ്റ് ഇസ് എ സ്പ്യൂരിയസ് കോറിലേഷൻ. ഫോർ എക്സാമ്പിൾ, സെയിൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സും ഇൻക്രീസ് ഇൻ ക്രൈംസും. ന്യൂസ് പേപ്പേഴ്സിന്റെ വായന കൂടുന്നത് കൊണ്ട് ക്രൈംസ് ഇൻക്രീസ് ചെയ്യില്ല, അല്ലെങ്കിൽ ചെയ്യണമെന്നില്ല. പക്ഷെ നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടപ്പോൾ ന്യൂസ് പേപ്പേഴ്സിന്റെ സെയിൽസ് കൂടുന്നതിനനുസരിച്ച് ക്രൈംസും കൂടുന്നതായിട്ട് നമ്മൾക്ക് കോഎഫിഷ്യന്റ് കിട്ടി, കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടപ്പോൾ. ബട്ട് ദിസ് ഇസ് സെൻസ്ലെസ്, ഓർ യു ക്യാൻ സേ ഡസ് നോട്ട് മേക്ക് എനി സെൻസ്. അങ്ങനെയുള്ള ഇല്ലോജിക്കൽ കോറിലേഷനുകളെയാണ് നമ്മൾ സ്പ്യൂരിയസ് കോറിലേഷൻ എന്ന് പറയുന്നത്. സംടൈംസ് ദാറ്റ് മൈറ്റ് ഹാവ് ഹാപ്പൻഡ് കോയിൻസിഡന്റലി. ചിലപ്പോൾ ചില അൺസീൻ ഫാക്ടേഴ്സ് കാരണമായിരിക്കാം അത് സംഭവിച്ചത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സെയിൽസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് കൂടാൻ കാരണം പോപ്പുലേഷൻ കൂടുന്നതാകാം. പോപ്പുലേഷൻ കൂടുമ്പോൾ ക്രൈംസും കൂടാം. അങ്ങനെ പോപ്പുലേഷൻ എന്ന അൺസീൻ ഫാക്ടറിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം ഇത് രണ്ടും സംഭവിച്ചത്. പക്ഷെ നമ്മൾ പോപ്പുലേഷൻ അല്ല പഠിക്കുന്നത്, സെയിൽസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സും അതേപോലെ ഇൻക്രീസ് ഇൻ ക്രൈംസും ആണ്. അപ്പൊ നമുക്ക് റിലേഷൻ കാണാം, കോറിലേഷൻ ഓഫ് കോഎഫിഷ്യന്റ് ഉള്ളതായിട്ട് നമുക്ക്, അല്ലെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ബട്ട് ആക്ച്വലി ഇറ്റ് ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. അല്ലാതെ സെയിൽസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സും ക്രൈമും തമ്മിൽ റിലേഷൻ ഉണ്ടാവില്ല. അത്തരത്തിലുള്ള കോറിലേഷനുകളാണ് നമ്മൾ ഇല്ലോജിക്കൽ കോറിലേഷൻസ് എന്ന് പറയുന്നത്. And next, let us study lag and lead correlation. രണ്ട് വേരിയബിൾസ് തമ്മിൽ കോറിലേറ്റഡ് ആണെങ്കിൽ we know that the change in one variable will bring a change in the other variable. പക്ഷെ ആ ചേഞ്ച് പെട്ടെന്ന് തന്നെ സംഭവിക്കണമെന്നില്ല. ഒരു വേരിയബിൾ ഇന്ന് ചേഞ്ച് വന്നാൽ അതുകൊണ്ടുണ്ടാവുന്ന ചേഞ്ച് സെക്കൻഡ് വേരിയബിളിൽ ഇന്ന് തന്നെ വരണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, there is a rise in the price and we know that it leads to rise in supply of goods. പക്ഷെ ഇന്ന് പ്രൈസ് ചേഞ്ച് ചെയ്താൽ ഇന്ന് തന്നെ സപ്ലൈ ചേഞ്ച് ചെയ്യണമെന്നില്ല, കുറച്ച് ടൈം എടുക്കും.
Maybe in days or weeks or sometimes in months also. അങ്ങനെയുള്ള ഒരു ഡിഫറൻസ് ഇൻ ദ പീരിയഡ് ഓഫ് ചേഞ്ച് ഈസ് കോൾഡ് ടൈം ലാഗ്. ഇനി അതേപോലെ തന്നെ രണ്ട് സീരീസ് എക്സ് ആൻഡ് വൈ, എക്സ് സീരീസും വൈ സീരീസും കോറിലേറ്റഡ് ആണ്. ആൻഡ് വൺ മേ ബി ലീഡിങ്, ദ അതർ മേ ബി ലാഗിങ്. മുന്നിൽ പോകുന്ന സീരീസിനെയാണ് നമ്മൾ ലീഡിങ് സീരീസ് എന്ന് പറയുന്നത്. അതിനെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ലേറ്റർ മൂവ്മെന്റ് നടത്തുന്ന ബാക്കിൽ വരുന്ന സീരീസിനെ നമ്മൾ ലാഗിങ് സീരീസ് എന്ന് പറയുന്നത്. എക്സ് കൂടുമ്പോൾ വൈ കൂടുകയാണെങ്കിൽ എക്സ് ആണ് ലീഡിങ്, വൈ ലാഗിങ് ആണ്. എക്സിന്റെ പുറകെയാണല്ലോ വൈ വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ലീഡിങ് ആൻഡ് ലാഗിങ് സീരീസ് ഏതെന്ന് മനസ്സിലാക്കുന്നത്. And now let us see what are the uses of correlation. എക്കണോമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്കണമിയെ ബാധിക്കുന്ന വേരിയബിൾസ് ആണ് അവർക്ക് പ്രധാനപ്പെട്ടത്. പ്രൈസ്, ഡിമാൻഡ്, സപ്ലൈ, ഇൻകം, GDP, പെർ ക്യാപിറ്റ ഇൻകം, അൺഎംപ്ലോയ്മെന്റ് സ്റ്റേറ്റസ്. ഈ ഒരു രീതിയിലുള്ള വേരിയബിൾസ് ഒക്കെ ആയിരിക്കും അവർക്ക് പ്രധാനമായിട്ടും ആവശ്യമുള്ളത്. And if they know the relation between these variables, it is easy for them to control the economy. എക്കണോമിക് പോളിസീസും ഫിസ്ക്കൽ പോളിസീസും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഇത്തരത്തിലുള്ള റിലേഷൻസ് അനലൈസ് ചെയ്താൽ it will be beneficial. And businessmen, they are interested in knowing the relation between advertisement, sales, wages, productivity. വേജ് കൂടുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടുന്നുണ്ടോ എങ്കിൽ അവർ തമ്മിൽ റിലേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ വേജ് കുറച്ച് കൂട്ടിയാൽ മതി. അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റും സെയിൽസും തമ്മിൽ റിലേഷൻ ഉണ്ടെങ്കിലേ അഡ്വർടൈസ്മെന്റിന് എക്സ്പെൻസ് വരുത്തിയിട്ട് കാര്യമുള്ളൂ. അഡ്വർടൈസ്മെന്റിൽ എക്സ്പെൻസ് കൊടുക്കുന്നതിനനുസരിച്ച് സെയിൽസ് കൂടണം. അത്തരത്തിലുള്ള റിലേഷൻ ഉണ്ടെങ്കിലേ അഡ്വർടൈസ്മെന്റിൽ നമ്മൾ ക്യാഷ് സ്പെൻഡ് ചെയ്യേണ്ടതുള്ളൂ. ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം they want to evaluate the health condition of patient. certain medicines പേഷ്യൻസിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, പോസിറ്റീവ്ലി ആണോ നെഗറ്റീവ്ലി ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് they also need correlation analysis. And then we can study the relationship between price and supply. അതേപോലെ നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻകം ആൻഡ് എക്സ്പെൻസസ് തമ്മിൽ റിലേഷൻ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. Correlation can also be used for calculating regression, and hence that can be used to estimate the future values. രണ്ട് വേരിയബിൾസ് തമ്മിൽ റിലേഷൻ ഉണ്ടെങ്കിൽ ഒരു വേരിയബിൾ ഇന്ന ലെവലിൽ എത്തുമ്പോൾ മറ്റേ വേരിയബിൾ ഫ്യൂച്ചറിൽ എന്തായിരിക്കും എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ correlation also helps us in calculating the probable error. We can develop a measure called probable error. It indicates whether the correlation is significant or not. ചില correlations highly significant ആയിരിക്കും, എന്നാൽ ചിലത് അത്ര തന്നെ ഉണ്ടാവില്ല. അതിന് നമുക്ക് ആ ഒരു സിഗ്നിഫിക്കൻസ് ലെവൽ അസസ് ചെയ്യാനായിട്ട് we may also have to calculate probable error. ഇതെല്ലാം നമുക്ക് കോറിലേഷൻ അനാലിസിസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇത്രയൊക്കെ യൂസ്ഫുൾ ആണെങ്കിലും കോറിലേഷന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ലൈക്ക് ഇറ്റ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. രണ്ട് വേരിയബിൾസ് തമ്മിൽ റിലേഷൻ ഉണ്ട് എന്ന് കോറിലേഷൻ നമുക്ക് പറഞ്ഞു തരും. എന്നാൽ ഫസ്റ്റ് വേരിയബിളിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് സെക്കൻഡ് വേരിയബിൾ, ഒരു വേരിയബിൾ കോസ് ചെയ്യുന്നത് കൊണ്ടാണ് മറ്റേ വേരിയബിളിലെ എഫക്റ്റ് വരുന്നത് എന്ന് നമുക്ക് സമർത്ഥിക്കാൻ കോറിലേഷൻ സഹായിക്കുന്നില്ല. കോറിലേഷൻ റിലേഷൻ ഉണ്ടോ എന്നേ കാണിക്കുന്നുള്ളൂ. അതിന്റെ റീസൺ നമുക്ക് കോറിലേഷൻ അനാലിസിസിൽ നിന്ന് കിട്ടില്ല. ആൻഡ് ഇറ്റ് അസ്യൂംസ് ലീനിയർ റിലേഷൻഷിപ്പ് റിഗാർഡ്ലെസ് ഓഫ് അസംഷൻ. നോർമലി നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണുമ്പോൾ ലീനിയർ റിലേഷൻഷിപ്പ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. കോറിലേഷൻ അനാലിസിസ് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ there are certain assumptions. ആ അസംഷൻസ് ഒന്നും നമ്മൾ മൈൻഡ് ആക്കാതെ ലീനിയർ റിലേഷൻഷിപ്പ് ആണ് എന്ന് നമ്മുടെ ഒരു പേഴ്സണൽ അസംഷനിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എപ്പോഴും അത് ശരിയായിക്കൊള്ളണമെന്നില്ല. And extreme items of variables are being unduly operated on correlation coefficient. എക്സ്ട്രീമിൽ കിടക്കുന്ന വാല്യൂസ് എന്ന് വെച്ചാൽ എൻഡിൽ കിടക്കുന്ന വാല്യൂസ് അൺഡ്യൂലി കോറിലേഷൻ കോഎഫിഷ്യന്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. So that's all about correlation. Hope you have understood the concept.